നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അപമാനകരമായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി രംഗത്ത്. കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് വോട്ട് ചോരിക്കെതിരെയുള്ള റാലിക്കിടയിലാണ് മോദിയുടെ ശവമടക്ക് ഇന്നല്ലെങ്കിൽ നാളെ നടത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. ഇതോടുകൂടി തന്നെ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. ഇതിനു മുൻപും ഇത്തരത്തിൽ മോദിക്ക് നേരെ വധഭീഷണി മുഴക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണയാകട്ടെ SAR പരിഷ്കരണവും അതുപോലെ വോട്ട് ചോരിയും നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഈ ഒരു പ്രവൃത്തി കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. തീവ്രവാദികളുടെ പുറകിലല്ല ഇനി മുതൽ അജ്ഞാതൻ പണിയെടുക്കേണ്ടതെന്നും പകരം മോദിയെ വധിക്കാൻ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവരുടെ ഇടയിലേക്കാണ് അജ്ഞാതൻ ഇറങ്ങിച്ചെല്ലേണ്ടതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ വോട്ട് മോഷണം ആരോപണം ഉന്നയിക്കുന്നതിനായി തന്നെ കഴിഞ്ഞ ദിവസം നടന്ന വോട്ട് ചോരി റാലിക്കിടയിലായിരുന്നു ജയ്പൂരിൽ വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ മഞ്ജുലത മീണയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഖബർ എന്ന ഒരു മുദ്രാവാക്യം വിളിച്ചത്. എന്നാൽ പിന്നീടാകട്ടെ ഇവർ ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പൊതുജന രോഷം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നതായിരുന്നു ഇവരുടെ ന്യായീകരണം. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പല ബി.ജെ.പി നേതാക്കളടക്കമാണ് രംഗത്ത് വന്നതും. ഇന്നലെ കോൺഗ്രസ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയ മുദ്രാവാക്യം പാർട്ടിയുടെ യഥാർത്ഥ ചിന്തയുടെയും മാനസിക അവസ്ഥയുടെയും ഒക്കെ തന്നെ തെളിവാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മരണത്തിനായി തന്നെ ആശംസിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് ഇപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കവേ JP നദ്ദ ഇതിനോട് തുറന്നടിച്ചതും. അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വോട്ട് ചോരി റാലിക്കിടയിൽ നടത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇക്കാര്യങ്ങൾ കൊണ്ട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അവരാകട്ടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവർ മാപ്പ് പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശവക്കുഴി കുഴിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത് ഏറ്റവും അധികം ദൗർഭാഗ്യകരവും ദാരുണവുമാണ് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയായ കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും പ്രവർത്തകരും നേതാക്കളും ശത്രുക്കളല്ല, രാഷ്ട്രീയ എതിരാളികളാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ പരസ്പരം വ്യത്യസ്തമായി തന്നെ എതിർക്കുന്നു. പരസ്പരം കൊല്ലുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ ഒരിക്കലും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യില്ല. ഇത് എങ്ങനെയുള്ള മാനസികാവസ്ഥയാണ് എന്നും ചില ആളുകളാകട്ടെ രാഷ്ട്രീയ എതിരാളികളെ പരസ്യമായി കൊല്ലുകയും ഭീഷണിപ്പെടുത്തുന്ന രീതി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത്. കോൺഗ്രസ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് മോദിയുടെ ശവമടക്ക് നടത്തുമെന്നും ഇന്നല്ലെങ്കിൽ നാളെ അത് നടത്തുമെന്നാണ് അവർ ഭീഷണി മുഴക്കിയതും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാംലീല മൈതാനത്ത് നടന്ന വോട്ട് ചോരി പ്രതിഷേധ റാലിക്കിടയിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ രംഗത്ത് വരുന്നത്. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തതായും പോലീസ് അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.